ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? അപ്പോൾ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ ഒരു ഓർഗനൈസിങ് വ്ളോഗാണ്. ഓർഗനൈസിങ് പ്ലസ് ക്ലീനിങ് പ്ലസ് ഒരു ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ച കുറച്ച് സാധനത്തിൻ്റെ റിവ്യൂ, ഹോണസ്റ്റ് റിവ്യൂ പറയുന്ന ഒരു വ്ളോഗാണ്. എത്രത്തോളം നന്നാവുമെന്ന് എനിക്കറിയില്ല, എന്നാലും ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ വെൽക്കം ടു ദ വീഡിയോ. ആക്ച്വലി കുറച്ച് സാധനങ്ങൾ ഞാൻ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ റൂം ക്ലീൻ ചെയ്യുന്നതോട് കൂടി ഞാൻ അതിൻ്റെ ഒക്കെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ ഇടയ്ക്ക് എടുത്തിട്ട് കാണിച്ചു തന്നിട്ട് റിവ്യൂ പറയാം. അതാണ് എൻ്റെ പ്ലാൻ. എൻ്റെ ഒരു ക്യാരക്ടർ എന്താ വെച്ചാൽ എനിക്ക് ഇടയ്ക്ക് റൂം മേക്ക് ഓവർ ചെയ്യണം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതിൻ്റെ ഈ റൂമിനെ ഞാൻ മുന്നേ മേക്ക് ഓവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇടയ്ക്കൊരു ചേഞ്ച് വേണമെന്ന് തോന്നുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, കുറേ കാര്യങ്ങളൊക്കെ മാറ്റി, ബെഡിൻ്റെ പൊസിഷനൊക്കെ മാറ്റി, അങ്ങനെയൊക്കെ ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ അത്രക്കൊന്നും മാറ്റങ്ങൾ വരുത്തില്ലെങ്കിലും നല്ല ചെറിയ ചെറിയ മാറ്റങ്ങൾ ഇപ്പോൾ റൂമിൽ ചെയ്യാമെന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യാൻ വിചാരിച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. ഞാൻ ബെഡ്ഷീറ്റ്, അതുപോലെ തന്നെ കർട്ടൻ, അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ മീഷോയിൽ നിന്നും അതുപോലെ ഫ്ലിപ്കാർട്ട്, ആമസോണൊക്കെ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി, അത് ഹോം എക്സ്റ്റൻഷ്യൽ മാത്രമല്ല, ഞാൻ വേറെ കുറേ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി നിങ്ങൾക്ക് കാണിക്കാം. ഭയങ്കര മെസ്സായിട്ടാണ് ഇപ്പോൾ റൂം കിടക്കുന്നത്. അപ്പോൾ എനിക്കിവിടെ ഒരു ഷോക്കേസ് ഉണ്ട്. അത് എന്തിനാണ് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. അപ്പോൾ കുറേ ട്രോഫികൾ അവിടെ ഉണ്ട്. അപ്പോൾ ആ ട്രോഫി അവിടെ കൊള്ളായിട്ട് കുറേയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് ആദ്യം ഈ ഷെൽഫ് കുറേയൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യണം. എന്നിട്ട് ആവശ്യമുള്ള ട്രോഫി മാത്രം അവിടെ വെച്ചിട്ട് ബാക്കിയുള്ള ട്രോഫിയൊക്കെ നമുക്ക് ഒരു കാർഡ്ബോർഡിലാക്കി വെക്കാം എന്നാണ് എൻ്റെ പ്ലാൻ. ഒരു കാർഡ്ബോർഡൊക്കെ ഞാനിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ വെക്കാനാണ് എൻ്റെ പ്ലാൻ. തീരെ വെളിച്ചില്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഈ റൂമിലാണെങ്കിൽ വലിയൊരു കർട്ടനോടൊട്ട് തീരെ സൂര്യപ്രകാശത്തിനുള്ളിലേക്ക് വരാറില്ല. അപ്പോൾ അത് ആദ്യം മാറ്റണം. അപ്പോൾ എനിക്ക് കിട്ടിയ ട്രോഫിയിൽ ഏറ്റവും ഇഷ്ടമുള്ള ട്രോഫി കേട്ടോ. ഞാൻ ഒമാനി പോയ സമയത്ത് എനിക്ക് അവർ അല്ലേ അപ്പോൾ ഇത് ഇങ്ങനെ ഞാനിത് പ്ലേസ് ചെയ്യാമെന്ന് എനിക്കറിയില്ല. അത് ഞാൻ തന്നെ വെക്കാൻ പറ്റുമോ നോക്കട്ടെ. ഇത്രയും സാധനങ്ങൾ ഈ ഷോക്കേസിനുള്ളിൽ ഉണ്ടെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഒരുപാട് സാധനങ്ങളുണ്ട് ഗൈസ്, ഒരുപാട്. ഇത്രയും സാധനം ഇതൊക്കെ ഞാൻ എന്ത് കാട്ടെന്ന് എനിക്കറിയില്ല. ഞാൻ ചാക്കെടുത്ത് തന്നിട്ടുണ്ട്. എനിക്കിപ്പോൾ ചാക്കിലാക്കി വെക്കാം. കുറേ വേണ്ടാത്ത സാധനങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് കുറേയൊക്കെ ചാക്കിലാക്കിയിട്ട് ഇതിലും ഇനി കുറച്ച് ഇതിൻ്റെ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഫയലൊക്കെ പൊട്ടി ഇതായിട്ടാണ് ഞാൻ ഇപ്പോൾ കണ്ടത്. അപ്പോൾ അത് നമുക്ക് വേറെ ഫയലിലേക്ക് സർട്ടിഫിക്കറ്റ്സ് ആക്കണം. കുറേ പണിയുണ്ടെന്നൊക്കെ എപ്പോഴാണ് മനസ്സിലായത്. ഈ സർട്ടിഫിക്കറ്റ്സൊക്കെ നമുക്ക് ഈ ഫയലിലേക്ക് ആക്കാം. പോയിക്കോ. ഒരുവിധം ഞാൻ ചാക്കിലും ഇതിലൊക്കെ കബോർഡിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബെഡിൻ്റെ ഏരിയ അതൊക്കെയാണ് വൃത്തിയാക്കേണ്ടത്. അപ്പോൾ ഷോക്കേസ് ഇപ്പോൾ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇപ്പോഴത്തെ സൈഡാക്കി ഇത് ഞാൻ ഒരു ദിവസം ഞാൻ മേക്ക് ഓവർ ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി റൂം. അന്ന് ഞാൻ ഉണ്ടാക്കിയൊരു സാധനമായിരുന്നത്. എന്താ പറയുക, കയറൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഇത് മാറ്റിയിട്ട് ഇവിടെ ഒരു ഫ്രെയിം വെക്കണമെന്നുണ്ട്. ഇത് ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ ആക്ച്വലി. പിന്നെ ഇതും ചിരട്ടല്ല മാറലൊക്കെ ഉണ്ടതൊക്കെ നമുക്ക് തട്ടണം. ഇത് ഞാൻ മീഷോന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ അതും പിന്നെ ഇതെന്ന് പറയണത് നമ്മൾ വുഡ് ഞാൻ കട്ട് ചെയ്തിട്ട് ഉപ്പാനെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിച്ചാണ്. നമുക്കിവിടെ ഖുറാനും അതുപോലെ തന്നെ ഇത് വെക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇവിടെ ഒരു ഇതുണ്ട്, അതും തുടക്കണം. പിന്നെ ബെഡ്ഷീറ്റ് മാറ്റണം. അവിടെയാണ് ഞാൻ മേക്കപ്പൊക്കെ ചെയ്യണ സ്ഥലം. അപ്പോൾ അത് ഓൾറെഡി ഞാൻ 2 ദിവസം മുന്നേ ഞാൻ വൃത്തിയാക്കിയതാണ്. ഒരു കുറുമ്പുണ്ട്. 2 ദിവസം മുന്നെയാണ് ഇപ്പോൾ അത് വൃത്തിയാക്കിയത്. അപ്പോൾ ഒന്നുകൂടി ഇതൊന്ന് സെറ്റാക്കിയിട്ട് നമുക്ക് വെക്കണം. അപ്പോൾ ഇങ്ങനെ ഒതുക്കി വെച്ചിട്ടുണ്ട്.
അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഞാൻ സാധനം മേടിച്ച കാര്യങ്ങൾ പറഞ്ഞുതരാം. ഓൺലൈനിൽ നിന്ന് ഞാൻ ആദ്യം മേടിച്ച ഇതാണ്. ഈ 2 കോമ്പിന് സെറ്റാണ്. കേശവബിന്ദുവിൻ്റെ വുഡൻ്റെ കണ്ടോ. ഇത് ഞാൻ മീഷോന്നാണ് ഫ്ലിപ്കാർട്ടിൽ നിന്നിട്ടാണ് വാങ്ങിച്ചത്. ഞാൻ കൊടുക്കാം, പിക്ചർ കൊടുക്കാം. നല്ലതാണ് കേട്ടോ. ഇതിന് ഹെയർ ഫോളും കാര്യങ്ങളൊക്കെ പ്രിവെൻറ്റ് ചെയ്യും. അതുപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത് യൂസ് ചെയ്തത് ഇപ്പോൾ ഒരു 1 വീക്കായി. നല്ലതാണ് കേട്ടോ. ഞാൻ ഇപ്പോൾ ഇതാണ് യൂസ് ചെയ്യാറ്. ഞാൻ മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെത് ഞാൻ ഒഴിവാക്കി. പിന്നെ ഞാൻ മേടിച്ച സാധാരണ ബ്ലഷ്. ഇതിൻ്റെ ഷോർട്ട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല പ്രൊഡക്റ്റ് കേട്ടോ. പിന്നെ ഞാൻ എടുത്ത് പറയാനുള്ളൊരു സാധനമാണ് ഇത്, പ്ലമ്മിൻ്റെ സ്കാൽപ്പ് സെറം. ഇത് ഓൾറെഡി എൻ്റെ ബാബി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അമ്മയിലുള്ളപ്പോൾ. അപ്പോൾ അവർ പറഞ്ഞ ഡ്രൈ സ്കാൽപ്പിനൊക്കെ അതുപോലെ തന്നെ താരനൊക്കെ ഇത് യൂസ് ചെയ്ത് നല്ല റിസൾട്ട് ഉണ്ടെന്ന്. ശരി കേട്ടോ. ഒരു 3-4 യൂസ് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും. നല്ല പ്രൊഡക്റ്റ് കേട്ടോ. മേടിക്കാൻ വെച്ചൊരു സാധനമായിരുന്നു ഈ വാട്ടർ ബോട്ടിൽ. നമ്മൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും മീഷോയിലും എല്ലാത്തിലും ഉണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ റേറ്റ് വന്നിട്ട് 350 സംതിങ് ആയിരുന്നു. അങ്ങനെ ഞാൻ ഇന്നലെ ഷോപ്പിൽ പോയപ്പോൾ സെയിം സാധനം ഞാൻ കണ്ട് 299. അപ്പോൾ ഞാൻ വിചാരിച്ചോ ഇതാണ് ബെറ്റർ. അപ്പോൾ ഞാൻ ഓൺലൈനിൽ മേടിക്കാൻ വിചാരിച്ച സാധനം പക്ഷേ ഞാൻ ഇവിടെ നിന്ന് വാങ്ങിച്ചു. ഈ പോർഷനും ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. ബെഡാണ് ലാസ്റ്റ് ചെയ്യാം നമുക്ക്. ഇനി നമുക്ക് ഈ പോർഷനാണ് ചെയ്യാനുള്ളത്. ഇത് ഞാൻ മേടിച്ചതാണ്. ഈ ഒരു ഷാള് വെക്കുന്ന സ്റ്റാൻഡ് നല്ല യൂസ്ഫുൾ ആട്ടോ. ആക്ച്വലി ഞാൻ കുറേ ഷാൾ ഞാൻ യൂസ് ചെയ്യാണ്ട് അടിയിൽ പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുള്ളതുകൊണ്ട് നല്ലപോലെ നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കുകയും ചെയ്യാം. നമുക്ക് വേഗം എടുക്കാനും പറ്റുന്നുണ്ട്. ഞാൻ ഇവിടെ ബാഗുകൾ വെച്ചിട്ടുണ്ട്. അങ്ങനെ നല്ല പ്രൊഡക്റ്റ് ആട്ടോ. മെയിനായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഈ കർട്ടൻ ഞാൻ 5ാം ക്ലാസ്സിൽ ഉള്ളപ്പോഴുള്ള തോന്നുന്നു. ഇത് നമുക്ക് മാറ്റണം. ഇതാണ് ഫസ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ അത് നമുക്ക് മാറ്റാം. ഗെറ്റ് ഔട്ട്. ഓക്കെ, ഒറ്റയ്ക്ക് തന്നെ റൂമിൽ കയറ്റാം. അപ്പോൾ ഒരു സാധനം കൂടി ഞാൻ മേടിച്ചത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ എത്തിയിട്ടില്ല. രാവിലെ തൊട്ട് ഞാനത് 2 ദിവസം ഞാനത് പെത്തുപ്പത്ത് ഒരു മാറ്റാണ്, വേറൊന്നുമല്ല. അപ്പോൾ അത് എത്തിയിട്ടുണ്ട്. വൈകിട്ട് തരുന്നതാണ്. ഇപ്പോൾ തന്നെ 5 മണി. ഇനി എടുക്കണോ വൈകിട്ട്. ഏകദേശം മറാലൊക്കെ തട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടിച്ചോരണം. അടിച്ചോരി തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കർട്ടൻ ഫിറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ് കർട്ടൻ. ഞാൻ അത് അൺബോക്സ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്കൊപ്പം അൺബോക്സ് ചെയ്യാം. ഇതാണ് പാക്കേജ്. മീഷോന്നാണ് ഞാൻ വാങ്ങിച്ചത്. എനിക്കറിയില്ല, റിവ്യൂ ഒക്കെ നോക്കിയിട്ടാണ് വാങ്ങിച്ചത്. എത്രത്തോളം നല്ലതാണെന്നുള്ളത് എനിക്ക് അറിയില്ല. ഞാൻ പറഞ്ഞു. ഇത് 7 ഫീറ്റിൻ്റെയാണ്. കുറച്ചും കൂടിയും വിൻഡോ സൈസ് ആകുമ്പോൾ 5 ഫീറ്റാണ്. 9 ഫീറ്റ് ആകുമ്പോൾ ഡോറിൻ്റെ സൈസാണ്. ഇത് കുറച്ചും കൂടി 7 ഫീറ്റ് ആളുടെ വലിപ്പുണ്ടാവും. വിൻഡോയുടെ കുറച്ചും കൂടി താഴെ ഇറങ്ങി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓർഡർ ചെയ്തത്. 2 പീസാണ്. സെറ്റ് ഓഫ് 2 ആണ്. ഞാനൊരു ഓഫ് വൈറ്റ് ആണ് മേടിച്ചത്. നൈസ്. കുറച്ചൊക്കെ വെളിച്ചതിനുള്ളിൽ കൂടെ കിടക്കണം എന്നുണ്ട്. ഇത് കടന്നു നല്ല കേട്ടോ. അടിപൊളി. അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് ഇട്ട് നോക്കാം. ഓക്കെ. അതിന് മുന്നേ വേറെ സാധനം കൂടി ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൂടി ഇപ്പോൾ കാണിച്ചുതരാം. മീഷോന്ന് തന്നെ ഒരു ബെഡ്ഷീറ്റിൻ്റെ സെറ്റാണ്. അടിപൊളിയായിട്ട്. ഒരു ബെഡ്ഷീറ്റ് കവറെന്ന് പറയാം. കാരണം ഇതിൻ്റെ ഈ കണ്ട ഒരു അലാസ്റ്റിക് നമുക്ക് കവറായിട്ട് ഇടാം. കാരണം ഞാൻ കിടക്കുന്ന എണീക്കുമ്പോഴത്തേനും ബെഡ്ഷീറ്റ് ഒരു സൈഡിലും ഞാനൊരു സൈഡിലും ഉണ്ടാവാറ്. അപ്പോൾ ഞാനത് നോക്കി വാങ്ങിച്ചതാണ്. ഇതാകുമ്പോൾ അവിടെ കിടന്നോളും. ആൻഡ് നല്ല ക്ലോത്ത്, നല്ല പ്യുവർ കോട്ടൺ. അതും 500 ഉള്ളിലാണ് വന്നിട്ടുള്ളത്. 400 സംതിങ് വന്നിട്ടുള്ളത്. ഞാൻ ഇതിൽ കൊടുക്കാം. അടിപൊളിയാണ്. നല്ല വലിയൊരു പില്ലോ കവർ. അത്യാവശ്യം നല്ല വലിപ്പുള്ള പില്ലോ കവർ. ഇത്രയും വലിയൊരു പില്ലോ കവറുണ്ട്. നല്ല രസമുണ്ട്. അടിപൊളിയാട്ടോ ഇത്. അപ്പോൾ ആദ്യം നമുക്ക് കർട്ടൻ ഇടണം. എന്നിട്ട് നമുക്ക് ഇതിടാം. ഇത്രയും വലിപ്പുണ്ട്. ഇത് നമുക്ക് പ്ലേസ് ചെയ്യും. നമുക്ക് അപ്പുറത്തും കൂടി ഇടാം. പെട്ടെന്ന് ഇടാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അങ്ങനെ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. കാരണം നല്ല വൃത്തിയിൽ വന്നിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ബാക്ക് വ്യൂ കാണിച്ചു തരാം. ഉണ്ടോ നല്ല വൃത്തിയിലുണ്ട്. ഞാൻ ഇതിൻ്റെ മുന്നേ ഉണ്ടായിരുന്ന ഇതിൻ്റെ 2 ടൈ ചെയ്യുന്ന സാധനം അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ഇൻ കേസ് കെട്ടേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് കെട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ബെഡ്ഷീറ്റ് ബെഡ് കവർ ചേഞ്ച് ചെയ്യാം.
അങ്ങനെ പെട്ടെന്ന് ട്രൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വാള് ആ ഫ്രെയിം വെക്കാൻ പറ്റും. ഈ ഫ്രെയിമാണ് എടുത്തിട്ടുള്ളത്, നമുക്ക് നോക്കാം. ചിലപ്പോൾ ഞാൻ വേറെ ഫ്രെയിം മേടിക്കും. അത് കുറേ കാലമായി ഫ്രെയിം. അങ്ങനെ ലാസ്റ്റ് ഓർഡർ വന്നിട്ടുണ്ട്. ലാസ്റ്റ് സാധനം വന്നിട്ടുണ്ട്. മാറ്റാണ്. അപ്പം ഞാൻ ഈ റൂമിൽ വൈറ്റ്, ഒരു ബ്രൗൺ, ബേജ് അങ്ങനത്തെ ഒരു കളറാണ്. അപ്പം അതിനനുസരിച്ചിട്ടുള്ള ഒരു മാറ്റാണ് ഞാൻ വാങ്ങിച്ചത്. കൊള്ളാം, അടിപൊളി, നല്ല കേട്ടോ. ഇതിന് 200 സംതിങ് ഉള്ളൂ. അപ്പോൾ ഇതും കൂടി നമുക്ക് വെക്കാം. അങ്ങനെ ഫ്രെയിമും ഞാൻ തൂക്കിക്കഴിഞ്ഞു ഗൈസ്. അങ്ങനെ റൂമിൻ്റെ ഒരുക്കങ്ങൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ല രസമുണ്ടല്ലേ, വൈറ്റ് ആയതുകൊണ്ട്. ഇനി ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇതൊക്കെയാണ് ചെയ്തത്. എനിക്ക് ഇനി റൂമൊന്ന് പുകയ്ക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ഊതൊക്കെ ഇട്ടിട്ട് റൂം ഇങ്ങനെ പുകയ്ക്കുന്നത്. അത് ഞാൻ ഒമാനിലുള്ളപ്പോൾ അവിടെ ബാബി ചെയ്യുന്ന കണ്ടിട്ട് ഫുൾ ക്ലീൻ ആക്കിയതിന് ശേഷം ഊത് പുകയ്ക്കണം. ഭയങ്കര ഫീലാണ്. ആ റൂമിലും ഹാളിലൊക്കെ നമുക്ക് കയറുമ്പോൾ തന്നെ ഭയങ്കര ഫ്രഷ്നസ് ഫീലാണ്. അപ്പോൾ ഞാൻ ഊത് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി റൂമൊക്കെ ഒന്ന് പുകയ്ക്കാം. ഓൾറെഡി ഞാൻ ഇന്നലെ ഷോപ്പിൽ പോയപ്പോൾ ഒരു റൂം ഫ്രഷ്നർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ സ്മെല്ലുണ്ട്. ബട്ട് എന്നാലും എനിക്കൊന്ന് പുകയ്ക്കാൻ തോന്നി. ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ റൂമൊക്കെ പെട്ടെന്ന് അറേഞ്ച് ചെയ്തിട്ട് മുഖച്ചായൊക്കെ മാറ്റാൻ ആഗ്രഹിക്കുന്നവർ ചെയ്യാം. അടിപൊളിയാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ ബൈ.